നമ്മുടെ കേരളം പോലെ അല്ല ബോംബെ. അല്ല അത് അവിടെ ഹിന്ദിയാണല്ലോ. അത് കുറച്ചുകൂടെ വലിയ സംസ്ഥാനമാണ്. കേരളം പോലെ അല്ല, നമുക്കറിയാം. നമ്മളെ എന്തിനെങ്കിലും ഒന്ന് കുനിഞ്ഞ അതുവരെ അടിച്ചോണ്ട് പോണ സ്ഥലമാണത്. നമ്മളിപ്പോൾ ഈ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാലേ ഹിന്ദി അറിയാത്തവരാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ കൂടും. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ മേടിച്ചു തരും കേട്ടാ. വെള്ളം മേടിച്ചു തന്നു കഴിഞ്ഞാൽ അറിയാല. പിന്നെ നമ്മൾ ബോധം വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷെഡ് വരെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അതാണ് ബോംബെ. എൻ്റെ അമ്മാവ് എന്തിനാ ഇതൊക്കെ പറയണത്? പോവാൻ തീരുമാനിച്ചവര് പോട്ടെ, അവരെ നമ്മൾ പേടിപ്പിക്കണം എന്തിനാ? പൊക്കോട്ടെന്നേ, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. അവിടെ ബോംബെയിലെ ചോർ ബസാർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. നമ്മുടെ ഈ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്ന് പോലത്തെ ഒരു സ്ഥലം. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 ഉറുപ്പിയുടെ സാധനം 500 ഉറുപ്പിക്ക് തരാമെന്ന് പറയും. അപ്പം നമ്മൾ അവിടെ ചെല്ലും. എന്നിട്ട് ഈ 500 ഉറുപ്പ്യ നമ്മുടെ നിന്ന് അവർ മേടിച്ചു വയ്ക്കും. സാധനം ചോദിച്ചാൽ തരില്ല. സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കമ്പിവരി അടിയായിട്ട് നമ്മളെ പിടിച്ച് കെട്ടിയിട്ട് അടിച്ച് നമ്മുടെ ജീവനാണ് പോയി. ഇതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് 1 ഉറുപ്പിയുടെ നോട്ട് കൊടുന്നു തന്നാൽ 5 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞിട്ട് നാട്ടിലൊരു അമ്മയ്ക്ക് ഒരു ലെറ്റർ വന്നു ബോംബെയിൽ. ഈ അമ്മ എന്ത് കാട്ടി? സ്വന്തം മകനെ 1 ഉറുപ്പിയും കൊടുത്തിട്ട് ബോംബെക്ക് വിട്ട്. എന്നിട്ട് എന്താണ്ടായി? ഇവൻ അവിടെ ചെന്ന വഴിക്ക് ഇവനെ പിടിച്ച് കെട്ടിയിട്ട് കമ്പിക്കൊണ്ട് അടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് അമ്മയ്ക്ക് ഒരു ലെറ്റർ തിരിച്ച് ബോംബെയിൽ നിന്ന് ഈ മകനെ ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ 10 ലക്ഷം ഉറുപ്പിക അടയ്ക്കാൻ. അമ്മ കരഞ്ഞ് കൈ പിടിച്ച് നാട്ടുകാരെന്ന് തെണ്ടി 10 ലക്ഷം ഉറുപ്പിക അയച്ചു കൊടുത്ത്. എവിടെ? മോനെ പിന്നെ കണ്ടതേ ഇല്ല. അതാണ് ബോംബെ. അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തേലും ചോദിച്ചു കഴിഞ്ഞാണ്ടല്ല നമ്മളെ തട്ടിക്കളയും. എന്നിട്ട് നിങ്ങളുടെ ഈ ആക്രിയില്ലേ, പഴയ ആക്രി വെക്കണ മറ്റേ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് വേറെ വണ്ടിയിൽ വിറ്റിയില്ലേ, അതേപോലെ നല്ല മനുഷ്യരൊക്കെ പിടിച്ചാൽ അടിച്ച് കൊന്നിട്ട് കിഡ്നിയും കണ്ണും മൂക്കും വൃക്കൊക്കെ എടുത്തിട്ട് അവർ വിൽക്കും. അതാ സ്ഥലം. അവിടെ പണം കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ ഒന്നും സ്വാധീനമില്ല. അവിടെ ഗുണ്ടകളാണ്, അവരുടെ വിളയാട്ടാണ്. രക്ഷപ്പെടാം. അല്ല അവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ പോലീസുകാരെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെയല്ല. ആദ്യം പോലീസിന് ശമ്പളം കിട്ടി അതിനൊരു വിഹിതം ഈ ഗുണ്ടകൾക്ക് കൊടുക്കണം, എന്നാലേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അതാ ബോംബെ. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്ക് വല്ല ഉപദേശം തരാനുണ്ടോ? ഞാനില്ല. ആരും കിഡ്നി കൊടുക്കാത്ത എല്ലാം എടുത്ത പിന്നെ നമ്മൾ പൈസ കൊണ്ടുവന്നിട്ട് കാര്യം. ഞാനില്ല. പോണ്ട പണി. നമുക്കത് ക്ലീറ്റസേ, മുന്നോട്ട് പോയ ശീലമുള്ളൂ കേട്ടോ. അപ്പോൾ കൂടെ സാറ് ഒരു അടുത്തൊരു മീറ്റിംഗ് പറഞ്ഞു പോകും. ഞാനത് മറന്നേ പോയി. ചേട്ടാ, ഉയിര് കിടന്നാലേ നാളെ വേണമെങ്കിലും കുടുംബത്തിന് രക്ഷപ്പെടുത്താമല്ലോ.